ഹായ്! അപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ കേസരിയുടെ ഷോ അങ്ങോട്ട് അവസാനിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്താളേനെ കളത്തിലിറക്കാനുള്ള ടൈമായിരിക്കണു. അപ്പോൾ നമുക്ക് രൂപവും പേരും ഒന്ന് മാറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കേസരിയിലുള്ള അതേ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കണത്. ഇത് ഉണ്ടാക്കണത് വേറെ ഒന്നുമല്ല, പേടയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ 1 കപ്പ് പാലാണ് വേണ്ടത്. അതിൽ 1/4 കപ്പ് പാൽ നമ്മൾ ഇതിൽ ചേർത്തിട്ട് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സോസ് പരുവായതിനു ശേഷം നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി നമ്മൾ ഒഴിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം കേട്ടോ, എക്സ്ട്രാ. എന്നിട്ട് അത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച റവ ചേർക്കണം. റവ പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കട്ട കുത്താനും ഇത് വേഗം ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലാകെ ചേർക്കുന്നത്. ഒരെണ്ണം അങ്ങനെ കുറുകി വരുമ്പോഴും പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ടത്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു, അതുകൊണ്ട് അടുത്ത് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് പാനിൽ വിട്ട് വരുന്നതാണ് കേട്ടോ അതിൻ്റെ പാകം. അപ്പോൾ അങ്ങനെ വിട്ട് വരണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് പാനിൽ വിട്ട് വരേണ്ട പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളം ചൂട് കൊടുക്കണേ തന്നെ പേടയുടെ ഷേപ്പാക്കി എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂട് നന്നായിട്ട് ആറിയിട്ട് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പേടയ്ക്ക് ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇളം ചൂടോടെ തന്നെ നമ്മൾ ഷേപ്പാക്കി എടുക്കുക. നമുക്ക് അലങ്കാരത്തിനൊന്നും ഒരു കുറവും വരുത്തണ്ട കേട്ടോ. ബദാമൊക്കെ നടു കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് അലങ്കോലപ്പണി ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ടാറ്റാ.